വചനമെൻ പാദങ്ങൾക്കു ദീപമാകണം. നിന്റെ ശുദ്ധാത്മാവെന്റെ മേലധികാരം ചെയ്യണം. നിന്റെ സാന്നിധ്യം എന്നോട് കൂടിയിരിക്കണം. നിന്റെ ബലമുള്ള ഭുജമെന്റെ തുണയാകണം. നിന്റെ വചനമെൻ പാദങ്ങൾക്കു ദീപമാകണം. നിന്റെ ശുദ്ധാത്മാവെന്റെ മേലധികാരം ചെയ്യണം. വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയ ഒരു ഉപദേശമാണ് യോഹന്നാൻ 14-ാം അധ്യായം 1-ാമത്തെ വാക്യം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. വേദപുസ്തകത്തിൽ വളരെ പ്രാധാന്യം നൽകിയിരിക്കുന്ന വിഷയമാണ് വിശ്വാസം. ക്രിസ്തീയ ജീവിതം മുഴുവൻ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. കർത്താവിൽ വിശ്വസിച്ചവർക്കാണ് രോഗസൗഖ്യം ലഭിച്ചിരുന്നത്. തൻ്റെ പിതൃനഗരത്തിൽ ഉള്ളവരുടെ അവിശ്വാസം നിമിത്തം അവിടെ വളരെ വീര്യപ്രവൃത്തികൾ ചെയ്യുവാൻ കർത്താവിന് കഴിഞ്ഞില്ല എന്ന് മത്തായി 13:58 വായിക്കുന്നു. വിശ്വാസ ജീവിതത്തെക്കുറിച്ച് പൗലോസ് പറയുന്നത്, കാഴ്ചയിലല്ല വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നത്. 1 കൊരിന്ത്യർ 5:7. വിശ്വാസത്താൽ നടക്കുക. തൻ്റെ മകളുടെ രോഗസൗഖ്യത്തിനായി കർത്താവിൻ്റെ പിന്നാലെ വിശ്വാസത്തോടെ നടന്നൊരു സ്ത്രീയെക്കുറിച്ച് മത്തായി 15:21 മുതൽ 28 വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. ഒരു കനാന്യ സ്ത്രീ അവളുടെ വിശ്വാസത്തിൻ്റെ ആഴം മനസ്സിലാക്കി യേശു പറയുന്നത്, സ്ത്രീയെ, നിൻ്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. മത്തായി 15:28. കർത്താവിനാൽ വിശ്വാസം അംഗീകരിക്കപ്പെട്ട് കിട്ടിയ ഈ സ്ത്രീ അന്യജാതിക്കാരത്തിയായിരുന്നു. തൻ്റെ മകളുടെ സൗഖ്യത്തിനായി യേശുവിൻ്റെ അടുക്കൽ വന്ന ഈ സ്ത്രീ നിലവിളിച്ചു പറയുന്നത്, ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണമേ, എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു. യേശു അവളുടെ നിലവിളി ശ്രദ്ധിക്കുന്നില്ല. എങ്കിലും തൻ്റെ മകളുടെ സൗഖ്യത്തിനായി നിലവിളിച്ചുകൊണ്ട് അവൾ യേശുവിൻ്റെ പിന്നാലെ നടന്നു. എന്തായിരിക്കാം നിലവിളിച്ചുകൊണ്ട് യേശുവിൻ്റെ പിന്നാലെ നടക്കുവാൻ അവളെ പ്രേരിപ്പിച്ചത്? യേശു തൻ്റെ മകൾക്ക് സൗഖ്യം നൽകുമെന്ന് അവൾ പൂർണ്ണമായി വിശ്വസിച്ചു. നിലവിളിച്ചുകൊണ്ട് ഈ സ്ത്രീ പിന്നാലെ വരുന്നത് ശ്രദ്ധിച്ച ശിഷ്യന്മാർ അവളെ പറഞ്ഞയക്കണമേ എന്ന് കർത്താവിനോട് അപേക്ഷിക്കുമ്പോൾ മാത്രമാണ് യേശു പ്രതികരിക്കുന്നത്. എന്നാൽ യേശുവിൻ്റെ പ്രതികരണം വളരെ രൂക്ഷമായിരുന്നു. യേശു പറയുന്നത്, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല. മത്തായി 15:26. നായുമായി ബന്ധപ്പെടുത്തി ഈ സ്ത്രീയുടെ കർത്താവ് സംസാരിച്ചത് വളരെ കഠിനമാകുന്നു എന്ന് നമ്മൾ ചിന്തിക്കും. എന്തുകൊണ്ടായിരിക്കാം കർത്താവ് ഈ വിധത്തിൽ സംസാരിച്ചത്? ഈ സ്ത്രീയുടെ ആവശ്യം എത്ര ശക്തമാകുന്നുവെന്നും അവരുടെ വിശ്വാസത്തിൻ്റെ അളവ് എത്രമാത്രമാകുന്നുവെന്നും ഉള്ള പരിശോധനയാണ് കർത്താവ് ഈ പ്രതികരണത്തിൽ കൂടി നടത്തിയത്. കർത്താവിൻ്റെ വാക്കുകൾക്ക് ഈ സ്ത്രീ നൽകിയ മറുപടി യേശുവിലുള്ള അവളുടെ വിശ്വാസത്തെ ഉറപ്പിക്കുന്നതായിരുന്നു. അവൾ പറയുന്നത്, അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ. 15:27. സാധാരണ നായ്ക്കൾ വീട്ടിന് വെളിയിലാണ് കിടക്കുന്നത്. അവിടെയാണ് അവയ്ക്ക് ഭക്ഷണം നൽകുന്നത്. എന്നാൽ വീട്ടിനുള്ളിലെ മേശക്കടിയിൽ വീഴുന്ന അപ്പനുറുക്കുകൾ തിന്നണമെങ്കിൽ അവയ്ക്ക് വീടിനുള്ളിൽ പ്രവേശനം ലഭിക്കണം. അതിന് കഴിയണമെങ്കിൽ വീട്ടിലുള്ളവരുടെ സ്നേഹവും ലാളനയും നായ്ക്കുട്ടികൾക്ക് ലഭിക്കണം. ഈ സ്ത്രീ പറയുന്നത്, ഞാനൊരു അന്യജാതിക്കാരത്തിയാകുന്നുവെങ്കിലും ഞാനും വളരുന്നത് നിൻ്റെ സ്നേഹത്തിലും പരിപാലനത്തിലും ആണ്. അതുകൊണ്ട് ഇസ്രായേൽ ഗൃഹത്തിന് നൽകുന്നത് പോലെ അല്ല എങ്കിലും നിൻ്റെ സ്നേഹവും സഹായവും എനിക്കും വേണം. അത് നൽകിയേ മതിയാവൂ എന്ന ഈ സ്ത്രീ പറയുന്നത്. അപമാനകരമായ വാക്കുകളുടെ മുൻപിലും തളർന്നു പോകാതെ തൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് യേശുവിൻ്റെ മുൻപിൽ ഈ സ്ത്രീ യാചിക്കുകയാണ്. തൻ്റെ മകളുടെ സൗഖ്യം കാണാതെ മടങ്ങിപ്പോകില്ല എന്ന് അവൾ ഉറപ്പിച്ചു. യേശുവിന് തൻ്റെ മകളെ സുഖപ്പെടുത്തുവാൻ കഴിയുമെന്നുള്ള വിശ്വാസം, അത് നിമിത്തം
അവൾ യേശുവിൽ പൂർണ്ണമായി ആശ്രയം വയ്ക്കുകയാണ്. അതുകൊണ്ട് അവൾ കഠിനമായ വാക്കുകൾ പോലും അവഗണിച്ച് യേശുവിൻ്റെ പിന്നാലെ നടക്കുകയാണ്. യേശുവിടെ വിശ്വാസം അംഗീകരിച്ച് പറയുന്നത്, നിൻ്റെ വിശ്വാസം വലിയത്, നിൻ്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ. അവളുടെ മകൾക്ക് ആ നാഴിക മുതൽ സൗഖ്യം ലഭിക്കുകയും ചെയ്തു. ഈ പ്രഭാതത്തിൽ നമ്മുടെ വിശ്വാസത്തെ ഒന്ന് പരിശോധിക്കാം. രോഗവും കഷ്ടതയും ഒന്നുമില്ലാതിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൽ പൂർണ്ണ വിശ്വാസമാണ്. എന്നാൽ ഒന്നിനു പുറകെ ഒന്നായി പ്രതികൂല കാറ്റുകൾ ആഞ്ഞടിക്കുമ്പോൾ നമ്മളുടെ പ്രതികരണം എന്തായിരിക്കും? സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കഠിനമായ രോഗവും ഒറ്റപ്പെടലും സ്വന്തപ്പെട്ടവരിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന അവഗണനയും പരിഹാസവും ഒക്കെ ഉണ്ടാകുമ്പോൾ യേശുവിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ അളവ് കൂടുമോ അതോ കുറയുമോ? കർത്താവിൻ്റെ കരുതലിലും സൗഖ്യമാക്കുന്ന പ്രവൃത്തിയിലും പൂർണ്ണമായി വിശ്വസിപ്പാൻ നമുക്ക് കഴിയുമോ? തന്നിൽ പൂർണ്ണമായി വിശ്വാസം അർപ്പിക്കുന്നവർക്ക് മാത്രമേ കർത്താവിന് സൗഖ്യം നൽകുവാൻ കഴിയൂ. അത്ഭുതങ്ങൾ നടക്കണമെങ്കിൽ യേശുവിൽ പൂർണ്ണമായി വിശ്വസിക്കണം. തൻ്റെ പിതൃഗ്രഹത്തിൽ കർത്താവിന് വളരെയൊന്നും പ്രവർത്തിപ്പാൻ സാധിക്കാതിരുന്നത് അവരുടെ അവിശ്വാസം നിമിത്തമാണ്. വിശ്വസിക്കുന്നവരിൽ മാത്രമേ അത്ഭുതങ്ങൾ നടക്കൂ എന്നാണ് മർക്കോസ് 16:17 കർത്താവ് പറയുന്നത്. നമുക്കും ഈ അന്യജാതിക്കാരത്തിൽ സ്ത്രീയെപ്പോലെ വിശ്വാസത്തിൽ നടക്കാം. നമ്മുടെ വിശ്വാസം വലുതായിരിക്കട്ടെ. കർത്താവേ, കാഴ്ചയാലല്ല വിശ്വാസത്താൽ നടക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. ആമേൻ. ശാശ്വത ഭുജമൊരുക്കും നിന്റെ കരുതൽ. പൂരങ്ങളിലും ചെങ്കടലിൻ നടുവിലും ശാശ്വത ഭുജമൊരുക്കും നിന്റെ കരുതൽ. കാൽവരി കുരിശതിങ്ങൾ സ്വന്ത ജീവനേകിയതാൽ നിത്യജീവൻ ഞങ്ങൾക്കേകും നിൻ മഹാത്യാഗം. കാൽവരി കുരിശതിങ്ങൾ സ്വന്ത ജീവനേകിയതാൽ നിത്യജീവൻ ഞങ്ങൾക്കേകും നിൻ മഹാത്യാഗം. സാന്നിധ്യമെന്നോട് കൂടിയിരിക്കണം. നിന്റെ ബലമുള്ള ഭുജമെന്നെ തുണയാകണം. നിന്റെ വചനമെൻ പാദങ്ങൾക്കു ദീപമാകണം. നിന്റെ ശുദ്ധാത്മാവെന്റെ മേലധികാരം ചെയ്യണം. നിന്റെ സാന്നിധ്യമെന്നോട്